ഹലോ നമസ്കാരം, എൻ്റെ പേര് അപർണയാണ് ആൻഡ് ഇതെൻ്റെ ചാനലാണ് ടാരോ വാരിയർ മലയാളം. എല്ലാവർക്കും ഈ ചാനലിൽ വെൽക്കം. ഇന്ന് ഞാൻ ലിയോയ്ക്ക് വേണ്ടിയിട്ട് കറണ്ട് ഫീലിങ്സിൻ്റെ റീഡിംഗ് ആണ് ചെയ്യാൻ പോണത്. ഇത് ലിയോ സൺ സൈൻ, മൂൺ സൈൻ, അസെൻഡൻറ്റ് സൈൻസിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ നിങ്ങളുടെ സൈൻസിൽ എവിടെയെങ്കിലും ലിയോ ഉണ്ട് വെച്ചാൽ നിങ്ങൾക്ക് ഇത് കാണാം. നിങ്ങളൊരു ലിയോയുടെ കൂടെ ഡീൽ ചെയ്യേണ്ട വെച്ചാലും നിങ്ങൾക്ക് ഈ റീഡിംഗ് നിങ്ങൾക്ക് കാണാം. ഓക്കെ, അപ്പോൾ ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. എല്ലാവർക്കും എല്ലാ മെസ്സേജസ് റെസൊനേറ്റ് ആവില്ല. റെസൊനേറ്റ് ആവുന്ന മെസ്സേജസ് എടുക്കുക, റെസൊനേറ്റ് ആവാത്ത മെസ്സേജസ് ലെറ്റ് ഗോ ചെയ്യുക. നിങ്ങൾ ഇതുവരെ എൻ്റെ ചാനലിനെ സബ്സ്ക്രൈബ് ചെയ്തില്ല വെച്ചാൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, വീഡിയോസിനെ കമൻറ്റ് ചെയ്യുക. വീഡിയോസിൽ ഇത് ചെയ്യുമ്പോഴാണ് എനിക്ക് നിങ്ങളുടെ എനർജീനെ ടാപ്പ് ചെയ്യാൻ പറ്റുള്ളൂ. എനർജി ടാപ്പ് ചെയ്യുമ്പോഴാണ് നിങ്ങൾക്ക് ഫ്യൂച്ചറിൽ വീഡിയോസ് റെസൊനേറ്റ് ആവുക. അപ്പോൾ ഇത് ചെയ്യാൻ മറക്കരുത്. ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്, കോമെൻറ്റ്. അതല്ലാണ്ട് പേഴ്സണലായിട്ട് റീഡിംഗ് നിങ്ങൾക്ക് ബുക്ക് ചെയ്യണം വെച്ചാൽ നിങ്ങൾക്ക് ചെയ്യാം. പേഴ്സണൽ റീഡിങ്സ് പെയ്ഡ് റീഡിങ്സ് ആണ്. പക്ഷേ അത് നിങ്ങളുടെ സിറ്റുവേഷനും നിങ്ങളുടെ എനർജി ടാപ്പ് ചെയ്തിട്ടാണ്. അപ്പോൾ അത് കൂടുതൽ റെസൊനേറ്റ് ചെയ്യും. ബുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് എന്നെ കോൺടാക്റ്റ് ചെയ്യുക. എൻ്റെ കോൺടാക്ട് ഡീറ്റെയിൽസ് ഒക്കെ സ്ക്രീനിലിട്ടുണ്ട്, ഡിസ്ക്രിപ്ഷൻ ബോക്സിലുമുണ്ട്, നിങ്ങൾക്ക് ചെക്ക് ചെയ്യാം. ഇൻസ്റ്റഗ്രാമിൽ ഞാൻ കുറേ ആക്റ്റീവാണ്. അവിടെയും എന്നെ നിങ്ങൾ ഫോളോ ചെയ്യുക. അവിടെ നിങ്ങൾക്ക് വേറെ തരത്തിലാണ് വീഡിയോസ് മെസ്സേജസ് കിട്ടുക. അപ്പോൾ അവിടെ എക്സ്ട്രാ മെസ്സേജസ് നിങ്ങൾക്ക് കിട്ടും. അതല്ലാണ്ട് നിങ്ങൾക്ക് എന്നെ അവിടെ കോൺടാക്റ്റ് ചെയ്യാം പേഴ്സണൽ റീഡിംഗ് ബുക്ക് ചെയ്യണം വെച്ചാൽ. എൻ്റെ ചാനലിലെ മെമ്പർഷിപ്പ് ലിങ്കും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടുണ്ട്. മെമ്പർ ആവാൻ വേണ്ടിയിട്ട് ലിങ്ക് ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് ഡീറ്റെയിൽസ് എന്താ വെച്ചാൽ അവിടെ നോക്കാം. അപ്പോൾ ഇപ്പോൾ നമ്മൾക്ക് നിങ്ങളുടെ റീഡിങ്ങിലേക്ക് ചെല്ലാം. എന്താണ് മെസ്സേജസ് പറയണമെന്ന് നോക്കാം. നിങ്ങളുടെ ഫീലിങ്സ്, നിങ്ങളുടെ പേഴ്സൻ്റെ ഫീലിങ്സ്, ഈ സിറ്റുവേഷനിൽ ഫ്യൂച്ചർ എന്തായിരിക്കും, ഈ സിറ്റുവേഷനിൽ നിങ്ങളുടെ പേഴ്സൺ എന്താണ് ആക്ഷൻ എടുക്കാൻ പോണത്, ഇതൊക്കെയാണ് ഇന്ന് നമ്മൾ നോക്കാൻ പോണത്. അപ്പോൾ ഇപ്പോൾ നമ്മൾക്ക് നിങ്ങളുടെ റീഡിങ്ങിലേക്ക് ചെല്ലാം ആൻഡ് എന്താ മെസ്സേജസ് പറയണമെന്ന് റീഡിങ്ങിൽ കാണാം. അപ്പോൾ ലിയോ, നിങ്ങളുടെ എന്താണ് ഓവറോൾ എനർജി ലിയോയ്ക്ക് വേണ്ടിയിട്ട്? 5 of Swords. നിങ്ങളുടെ പേഴ്സൻ്റെ ഓവറോൾ എനർജി 8 of Swords. നിങ്ങൾ രണ്ടാളുടെയും ഇടയ്ക്ക് ഇപ്പോഴത്തെ സിറ്റുവേഷൻ ഇപ്പോഴത്തെ 5 of Pentacles ആണ്. നിങ്ങളുടെ ഫീലിങ്സ് ഈ പേഴ്സണിന് വേണ്ടിയിട്ട്. King of Swords, നിങ്ങളുടെ പേഴ്സൻ്റെ ഫീലിങ്സ് നിങ്ങൾക്ക് വേണ്ടിയിട്ട്. Ace of Pentacles, നിങ്ങളുടെ ഇൻറ്റൻഷൻ, ഫ്യൂച്ചറിനെ കുറിച്ച് എന്താണ് വേണ്ടത് നിങ്ങൾക്ക് ഈ റിലേഷൻഷിപ്പിൽ. സ്ട്രെങ്ത്, ഈ പേഴ്സൻ്റെ ഫ്യൂച്ചർ ഇൻറ്റൻഷൻ എന്താണ്. നൈറ്റ് ഓഫ് കപ്സ്, ഈ റിലേഷൻഷിപ്പിൽ നിങ്ങൾ എന്താണ് ആക്ഷൻ എടുക്കാൻ പോണത്. മജിഷ്യൻ, ഈ പേഴ്സൻ്റെ എന്താണ് ഫ്യൂച്ചർ ആക്ഷൻസ് ഉണ്ടാവുക. ക്വീൻ ഓഫ് വാൻഡ്സ് ആൻഡ് ഔട്ട്കം നിങ്ങളുടെ ഈ സിറ്റുവേഷൻ്റെ ഈ കാർഡാണ്. അപ്പോൾ 5 of Swords ആണ് നിങ്ങൾ രണ്ടാളുടെയും നിങ്ങളുടെ ഓവറോൾ എനർജി. അപ്പോൾ 5 of Swords ഇവിടെ നെഗറ്റിവിറ്റിയുടെ എനർജിയാണ്. ചിലവർ ഈ റിലേഷൻഷിപ്പിനെ സാബോട്ടാജ് അവർ സാബോട്ടാജ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. അങ്ങനത്തെ ഒരു എനർജിയാണ് ഇത്. ഇപ്പോൾ ഇത് നിങ്ങൾ രണ്ടാളുടെയും തമ്മിൽ എന്തെങ്കിലും ഒരു മിസ്അണ്ടർസ്റ്റാൻഡിങ്സ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഇത് അതിൻ്റെ എനർജിയും ആവാം. നിങ്ങൾ രണ്ടാളുടെയും ഇടയ്ക്ക് വേറെ ഒരു പേഴ്സൺ മിസ്അണ്ടർസ്റ്റാൻഡിങ് ക്രിയേറ്റ് ചെയ്ത എനർജിയും ആവാം. അപ്പോൾ ഈ 5 of Swords എന്താണ് ഇവിടെ? 9 of Cups ഉണ്ട്, ടെമ്പറൻസ് ഉണ്ട്. അപ്പോൾ ഈ സിറ്റുവേഷനിൽ ഞാൻ കാണുന്നത് ഒരു ബാലൻസ് വരാൻ പോകുന്നുണ്ട്. ഈ സിറ്റുവേഷനിൽ ഇങ്ങനത്തെ ഒരു സിറ്റുവേഷൻ നിങ്ങളുടെ ലൈഫിൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ രണ്ടാളുടെയും എനർജിയിൽ ഒരു ബാലൻസ് വരും. ഈ സിറ്റുവേഷനിൽ ഒരു ഹീലിംഗ് എനർജി കാണാണ്ട്. ഈ പേഴ്സൻ്റെ ഓവറോൾ എനർജി 8 of Swords ആണ്. അപ്പോൾ ഇവരും കുറേ സ്റ്റാഗ്നൻ്റ് ആയിട്ടാണ് ഫീൽ ചെയ്യണത്. നിങ്ങൾ രണ്ടാളുടെയും ഇടയ്ക്ക് ഇപ്പോൾ ഒന്നും ഈ റിലേഷൻഷിപ്പിൽ ഒരു പ്രോഗ്രസ് ഒന്നുമില്ല. ഓക്കെ, കുറേ ഒരു സ്റ്റാഗ്നൻ്റ് ആയിട്ടാണ് ഇരിക്കണത്. ഇവരുടെ സൈഡിൽ നിന്ന് അങ്ങനെ ഒരു മെസ്സേജോ എഫേർട്ടോ ഒന്നുമില്ല. ക്വീൻ ഓഫ് പെൻറ്റിക്കിൾസ് ഉണ്ട് ഇവിടെ ആൻഡ് ഏസ് ഓഫ് കപ്സ് ഉണ്ട്. പക്ഷേ അവർ നിങ്ങളെ കോൺടാക്റ്റ് ചെയ്യാൻ പോകുന്നുണ്ട്. ഇവിടെ ഏസ് ഓഫ് കപ്സ് ഒരു പുതിയ ബിഗിനിങ്ങിൻ്റെ എനർജിയാണ്. ആൻഡ് ക്വീൻ ഓഫ് പെൻറ്റിക്കിൾസ് ഒരു ബാലൻസ്ഡ് എനർജിയാണ്. ആദ്യം ഈ പേഴ്സൻ്റെ എനർജിയിലും ഞാൻ കുറേ ഒരു മെച്ചോറിറ്റി കാണുന്നുണ്ട്. അവർക്ക് ഈ സിറ്റുവേഷനിൽ എഫേർട്ട് ഇടണം എന്നുണ്ട്. പക്ഷേ അത് ആ ശരിയായ സമയത്താണ് എല്ലാം കൂടിയും ഇത് ശരിയാവുന്നത്. ഓക്കെ, അപ്പോൾ 5 of Pentacles ആണ് ഇപ്പോൾ തൽക്കാലം നിങ്ങളുടെ രണ്ടാളുടെയും സിറ്റുവേഷൻ. അപ്പോൾ 5 of Pentacles ഇവിടെ ഒരു റിജക്ഷൻ്റെ എനർജിയാണ്, ഒരു ഡിസപ്പോയിൻമെൻറ്റിൻ്റെ എനർജിയാണ്, ഒരു എന്താ പറയുക, നിങ്ങൾ രണ്ടാളും ഹാപ്പി അല്ല. ഓക്കെ, 3 of Cups ഉണ്ട് ഇവിടെ. അപ്പോൾ ഇവിടെ ഞാൻ പറഞ്ഞ മാതിരി ഒരു തേർഡ് പാർട്ടി ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. വേറെ ആൾക്കാർ ഈ സിറ്റുവേഷനിൽ ഇൻ്റർഫിയർ ചെയ്യാൻ നോക്കുന്നുണ്ട്.
പേജ് ഓഫ് പെൻറ്റിക്കിൾസ് ഇവിടെ ഒരു പുതിയ ബിഗിനിങ്ങും ഉണ്ട്. ഓക്കെ, അപ്പോൾ ഈ സിറ്റുവേഷനിൽ എന്തെങ്കിലും ഒരു ലോസ് ഉണ്ടായി, ഇല്ലച്ചാൽ നിങ്ങൾ രണ്ടാളുടെയും ഇടയ്ക്ക് ഒരു വഴക്കുണ്ടായി, സെപ്പറേറ്റഡ് ആണ്, അങ്ങനത്തെ എനർജിയിലാണ് വെച്ചാൽ ഇവിടെ ഞാനൊരു പുതിയ ബിഗിനിങ് കാണുന്നുണ്ട്. മേ ബി നിങ്ങൾ രണ്ടാളും റീസെൻ്റ്ലി മെസ്സേജ് അയച്ചിട്ടുണ്ടാവും, ഇവർ നിങ്ങൾക്ക് ഒരു മെസ്സേജ് ഇട്ടുണ്ടാവും, അതല്ല വെച്ചാൽ നിങ്ങൾ അവർക്ക് ഒരു മെസ്സേജ് ഇട്ടുണ്ടാവും. പക്ഷെ എന്തായാലും ഇവിടെ ഒരു പുതിയ ബിഗിനിങ് ഞാൻ കാണുന്നുണ്ട്. കിങ് ഓഫ് സോഡ്സ് ആണ് നിങ്ങളുടെ ഫീലിങ്സ് ഈ പേഴ്സണിന് വേണ്ടിയിട്ട്. നിങ്ങൾക്ക് ഈ പേഴ്സൺ കുറേ ഒരു ഡിറ്റാച്ച്ഡ് ആയിട്ടാണ് തോന്നുന്നത്. ഇവരുടെ മനസ്സിൽ എന്താണെന്ന് നിങ്ങൾക്ക് ശരിക്കും അറിയില്ല. കുറേ അവരുടെ ഇമോഷൻസ് ഒന്നും കാണിക്കാത്ത ടൈപ്പ് ഓഫ് പേഴ്സണാണ്, കുറേ ഒരു പ്രാക്ടിക്കൽ പേഴ്സണാണ്. 5 ഓഫ് വാൻഡ്സ് ഉണ്ട് ഇവിടെ. നിങ്ങൾ രണ്ടാളുടെയും ഇടയ്ക്ക് ഇപ്പോൾ എന്തോ ഒരു വഴക്കും ഉണ്ട്. ഞാൻ പറഞ്ഞ മാതിരി ഇവിടെ എന്തോ ഒരു തേർഡ് പാർട്ടി ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് നിങ്ങൾക്ക് ഈ സിറ്റുവേഷനിൽ ഇപ്പോൾ ഒരു കുറേ പറഞ്ഞാൽ റിഗ്രറ്റ് ഉണ്ട്, പക്ഷേ കുറേ ഇവരെ മിസ്സും ചെയ്യുന്നുണ്ട് നിങ്ങൾ. ഈ പേഴ്സണിൻ്റെ ഫീലിങ്സ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഏസ് ഓഫ് പെൻറ്റിക്കിൾസ് ആണ്. അവർക്ക് ഇവിടെ ഒരു പുതിയ ബിഗിനിങ് വേണമെന്നുണ്ട്, ഒരു പുതിയ സ്റ്റാർട്ട്, അതും കുറേ ഒരു സ്റ്റേബിൾ എനർജിയിൽ. അപ്പോൾ അവർക്കൊരു ലോങ് ടേം ഫ്യൂച്ചർ വേണം. പക്ഷെ അവർ അങ്ങനെ ഒരു ധൃതിപ്പെട്ട് എനർജിയിലല്ല. അപ്പോൾ ആക്ഷൻ എടുക്കുന്നതും മെല്ലെ ആയിരിക്കും ആക്ഷൻ എടുക്കുന്നുണ്ടാവുക. ലവേഴ്സ് ഇവിടെ അവർക്ക് വേറൊരു പേഴ്സൺ അവരുടെ ലൈഫിലുണ്ട് വെച്ചാൽ അവരൊരു ഡിസിഷനാണ് എടുക്കാൻ പോണത്, നിങ്ങളും ആ പേഴ്സൻ്റെ ഇടയ്ക്ക്. ഓക്കെ, അപ്പോൾ ഞാൻ പറഞ്ഞ മാതിരി തേർഡ് പാർട്ടി ഉണ്ട് വെച്ചാൽ അവർ നിങ്ങളെ ചൂസ് ചെയ്യാൻ പോകുന്നുണ്ട്. എന്നുവെച്ചാൽ ഇവിടെ ലവേഴ്സിൻ്റെ കാർഡ് വന്നിട്ടുണ്ട്. ലവേഴ്സ് ജെമിന എനർജിയാണ്. സ്ട്രെങ്ത് ആണ് ലിയോ എനർജി. നിങ്ങളുടെ ഇൻറ്റൻഷൻ, നിങ്ങൾ ആക്ച്വലി ഇവിടെ കുറേ പേഷ്യൻ്റ്ലി വെയിറ്റ് ആണ് ചെയ്യണത്. നിങ്ങൾക്ക് ഹോപ്പ് ഉണ്ട് ഈ സിറ്റുവേഷൻ എല്ലാം ശരിയാവുമെന്ന്. പക്ഷേ ഈ സമയത്ത് നിങ്ങൾ രണ്ടാളുടെയും എനർജി ബ്ലോക്ക്ഡാണ്. ടു ഓഫ് പെൻറ്റിക്കിൾസ്, ഇംബാലൻസ് ഉണ്ട് ഈ സിറ്റുവേഷനിൽ. അതിന് നിങ്ങൾ ബാലൻസ് ഔട്ട് ചെയ്യാൻ നോക്കണു. ഈ പേഴ്സൻ്റെ ഇൻറ്റൻഷൻ നൈറ്റ് ഓഫ് കപ്സ് ആണ്. അവരുടെ ഇൻറ്റൻഷൻ നിങ്ങൾക്ക് ഒരു മെസ്സേജ് അയക്കാൻ പോകുന്നുണ്ട്. ഓക്കെ, അതാണ് അവരുടെ ഇൻറ്റൻഷൻ. അവർക്ക് അതാണ് വേണ്ടത്. ഒരു റൊമാൻറ്റിക് ക്യൂട്ട് മെസ്സേജ് ചിലപ്പോൾ അവർ അയക്കും. നൈറ്റ് ഓഫ് കപ്സ് എന്താണ് ഇവിടെ? മൂൺ. പക്ഷേ ഇത് വേറെ അയച്ചിട്ടില്ല വെച്ചാൽ അവർ കുറച്ച് സമയം എടുത്തിട്ട് പറഞ്ഞാൽ അയക്കുണ്ടാവും, പക്ഷേ അത് കുറച്ച് സമയം എടുക്കും. ഓക്കെ, ഇവിടെ 4 ഓഫ് സോഡ്സ് ഇപ്പോഴും ഒരു സെപ്പറേറ്റഡ് എനർജി കാണാണ്ട് അവർക്ക്. പക്ഷേ ഈ സിറ്റുവേഷനിൽ ഹീൽ ചെയ്യണം എന്നുണ്ട്, ഈ സിറ്റുവേഷനെ ശരിയാക്കണം എന്നുണ്ട്. അതാണ് അവരുടെ ഇൻറ്റൻഷൻ. അവരുടെ മനസ്സിലുള്ള എല്ലാം കാര്യങ്ങൾ അവർക്ക് നിങ്ങളോട് തുറന്ന് പറയണം എന്നുണ്ട്. എന്തെങ്കിലും സീക്രറ്റ്സ് ഉണ്ട് വെച്ചാലും അത് നിങ്ങളോട് ഷെയർ ചെയ്യണം എന്നുണ്ട്. നിങ്ങളുടെ ആക്ഷൻ ഇവിടെ മജിഷ്യനാണ്. നിങ്ങൾ ഈ പേഴ്സണെ മാനിഫെസ്റ്റ് ചെയ്യണു, പക്ഷേ ഈ പേഴ്സണാണ് ആക്ഷൻ എടുക്കാൻ പോണത്. ഓക്കെ, അപ്പോൾ എന്താണ് ഈ മാനിഫെസ്റ്റേഷൻ? നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യണത് 8 ഓഫ് കപ്സ് ആണ്. അപ്പോൾ ഈ സിറ്റുവേഷനിൽ ഒരു ഇമോഷണൽ ഡിസ്റ്റൻസ് ഞാൻ കാണുന്നുണ്ട്, ഒരു ടെമ്പററി ബ്രേക്കപ്പ് കാണുന്നുണ്ട്. നിങ്ങൾ ആക്ച്വലി അറിയാണ്ട് നിങ്ങളുടെ ഇത്രയും സ്ട്രെസ്സും എന്താ പറയുക ആങ്സൈറ്റി ഞാൻ ഇവിടെ കാണുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ചിലപ്പോൾ ഒരു നെഗറ്റീവ് വേയിലാണ് മാനിഫെസ്റ്റ് ചെയ്യണത്. അപ്പോൾ അത് സൂക്ഷിക്കണം. എന്നുവെച്ചാൽ നിങ്ങൾ എത്രയും നെഗറ്റീവ്സ് മനസ്സിൽ വെക്കണോ, എത്രയും നെഗറ്റിവിറ്റി മനസ്സിൽ വെക്കണോ അത്രയും അങ്ങനെ തന്നെയാണ് യൂണിവേഴ്സ് നിങ്ങൾക്ക് റെസ്പോണ്ട് ചെയ്യാൻ പോണത്. അപ്പോൾ എത്രയും പറ്റുന്ന വെച്ചാൽ അത്ര പോസിറ്റീവായി മനസ്സിൽ വെക്കുക കാര്യങ്ങൾ. ഈ പേഴ്സൻ്റെ സൈഡിൽ നിന്നാണ് അവർ ആക്ഷൻ എടുക്കാൻ പോണത്. ക്വീൻ ഓഫ് വാൻഡ്സ്, ഇവിടെ ക്വീൻ ഓഫ് കപ്സ് ഉണ്ട്. അപ്പോൾ 2 ആൾക്കാർ ഇവിടെ കാണാണ്ട് ആൻഡ് കിങ് ഓഫ് വാൻഡ്സ്. അപ്പോൾ കിങ് ഓഫ് വാൻഡ്സ് നിങ്ങളുടെ പേഴ്സൻ്റെ എനർജിയാണ്. അവർ നിങ്ങളെയാണ്, അവരുടെ കമ്പാറ്റബിലിറ്റി നിങ്ങളുടെ കൂടെയാണ് കൂടുതലുള്ളത്. ഞാൻ പറഞ്ഞ മാതിരി ഇവിടെ ഒരു തേർഡ് പാർട്ടി ഉണ്ട്. അവർ പക്ഷേ നിങ്ങളെയാണ് ചൂസ് ചെയ്യണത്. ഓക്കെ, എന്ന് വെച്ചാൽ കിങ് ആൻഡ് ക്വീൻ ഓഫ് വാൻഡ്സ് ഒരു ഡിവൈൻ മാച്ചാണ്. അതിൻ്റെ ഇടയ്ക്ക് ഒരു ക്വീൻ ഓഫ് കപ്സ് ഉണ്ട്. ഓക്കെ, അപ്പോൾ അവരുടെ ലൈഫിൽ വേറെ ഒരു പേഴ്സൺ ഉണ്ട് വെച്ചാൽ അവർ നിങ്ങളെ ചൂസ് ചെയ്യണു ഈ മാസം. ഔട്ട്കം ഇവിടെ ജസ്റ്റിസ് ആണ്. അപ്പോൾ ജസ്റ്റിസ് ഒരു ബാലൻസ്ഡ് എനർജിയാണ്, റീകൺസിലിയേഷൻ്റെ എനർജിയാണ്, ഫെയർനെസ്സിൻ്റെ എനർജിയാണ്, മാരേജിൻ്റെ എനർജിയും ആവാം. ഏസ് ഓഫ് വാൻഡ്സ് ഇവിടെ ഒരു പുതിയ എനർജി കാണാണ്ട്, ഒരു പുതിയ ബിഗിനിങ് കാണാണ്ട്. ചിലവർ ഡിവോഴ്സ് എടുത്തിട്ടാണ് നിങ്ങളുടെ അടുത്ത് പറഞ്ഞ ഒരു പേഴ്സണെ ഡിവോഴ്സ് ചെയ്തിട്ട് അവർ നിങ്ങളെ ചൂസ് ചെയ്യണു. പക്ഷേ നിങ്ങളുടെ കൂടെ ഈ സിറ്റുവേഷൻ മുമ്പോട്ട് പോകുന്നുണ്ട്. ഇവിടെ കുറേ ഒരു ഫോർവേഡ് മൂവ്മെൻറ്റ് ഉണ്ട്. 7 ഓഫ് സോഡ്സ് ചില സാബോട്ടാജിങ് എനർജീസാണ്.
നൈറ്റ് ഓഫ് വാൺസ്. അപ്പോൾ ചില സമയത്ത് നിങ്ങൾക്ക് തോന്നും ഈ പേഴ്സൺ എന്തോ ഒളിപ്പിക്കുന്നുണ്ട്, എന്തോ പറയൂണില്ല, എന്നോട് എല്ലാം കാര്യങ്ങൾ തുറന്ന് പറയൂണില്ല. ഇവിടെ ഹാർട്ട് ബ്രേക്കിൻ്റെ എനർജി കാണാണ്ട്. ഇതൊക്കെ ഔട്ട്കമ്മിലാണ്. അപ്പോൾ ഇതൊക്കെ ഫ്യൂച്ചറിൽ ഉണ്ടാവാൻ പോണ കാര്യങ്ങളായിരിക്കാം. 6 ഓഫ് പെൻറ്റിക്കിൾസ് ആദ്യം ഇവിടെ ഒരു ഇംബാലൻസ്ഡ് എനർജിയാണ്. അപ്പോൾ തൽക്കാലം ഞാൻ കാണുന്നത് ഇവിടെ ഒരു റീകൺസിലിയേഷൻ ഉണ്ട്. പക്ഷേ ഇതിൻ്റെ ഫ്യൂച്ചർ ചോദിച്ചാൽ അപ്പോഴും ഞാൻ ഒരു ട്രാൻസ്പെറൻറ്റ് ഒരു സിറ്റുവേഷൻ അല്ല കാണുന്നത്. ഓക്കെ, ഇത് ലോങ് ടേം റീകൺസിലിയേഷൻ ആയിരിക്കില്ല. അത് കഴിഞ്ഞിട്ടും നിങ്ങളുടെ ഇടയ്ക്ക് കുറേ പ്രശ്നങ്ങളുണ്ടാവും. എന്നുവെച്ചാൽ ഇവിടെ 3 ഓഫ് സോഡ്സ് ഹാർട്ട് ബ്രേക്കാണ്, 7 ഓഫ് സോഡ്സ് ഒരു ചീറ്റിങ്ങിൻ്റെ എനർജിയാണ്, നൈറ്റ് ഓഫ് വാൺസ് ആദ്യം ഒരു സ്റ്റെബിലിറ്റി അല്ലാത്ത പേഴ്സൻ്റെ എനർജിയാണ്. ഓക്കെ, അപ്പോൾ ഇതൊക്കെ ചില നെഗറ്റീവ് കാർഡ്സ് ആണ് നിങ്ങളുടെ ഫ്യൂച്ചർ ഔട്ട്കം ആയിട്ട് കാണുന്നത്. അപ്പോൾ ഇപ്പോൾ തൽക്കാലം യെസ് റീകൺസിലിയേഷൻ ഉണ്ട്, പക്ഷേ ഇതൊരു പെർമനൻറ്റ് റീകൺസിലിയേഷൻ ആവില്ല. എന്താണ് ഇവിടെ മെസ്സേജ്, ഓറക്കിൾ മെസ്സേജ്? ലെറ്റ് യുവർ ഫ്രണ്ട്സ് ഹെൽപ്പ് യു എന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ എവിടെയോ നിങ്ങളുടെ ഫ്രണ്ട്സിൻ്റെ ഹെൽപ്പ് എടുക്കാനാണ് യൂണിവേഴ്സ് ഇവിടെ പറയണത് ഈ സിറ്റുവേഷനിൽ. അതെങ്ങനെയാണ് അവരുടെ ഹെൽപ്പ് എടുക്കേണ്ടതെന്ന് അത് നിങ്ങൾക്കായിരിക്കും അത് അറിയണ്ടാവും. എന്ന് വെച്ചാൽ എല്ലാവരുടെയും സിറ്റുവേഷൻ വേറെയാണല്ലോ. അപ്പോൾ ചിൽഡ്രൻ ഉണ്ട്, യുവർ ലവ് ലൈഫ് ഇസ് ബീങ് എഫക്റ്റഡ് ബൈ ചിൽഡ്രൻ. അപ്പോൾ ഈ പേഴ്സൻ്റെ മേ ബി കുട്ടികളുണ്ട് വെച്ചാൽ അതിൻ്റെ കാരണം അവർക്ക് അവരുടെ പാർട്ട്ണറിനെ വിടാൻ പറ്റില്ല, അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ആയിരിക്കാം. പക്ഷേ എന്തായാലും ഇതാണ് നിങ്ങളുടെ റീഡിങ്. അപ്പോൾ ഇത് റെസൊനേറ്റ് ചെയ്തിട്ട് ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പേഴ്സണൽ റീഡിങ് വേണം ചെന്നെ കോൺടാക്റ്റ് ചെയ്യുക. ഇത് കുറച്ചൊരു കോംപ്ലിക്കേറ്റഡ് ആയിട്ടാണ് ഔട്ട്കം വന്നിരിക്കണേ. അതുകൊണ്ട് കുറച്ചുകൂടി ഒരു ക്ലാരിറ്റി വരാൻ വേണ്ടിയിട്ട് ഒരു പേഴ്സണൽ റീഡിങ് ബെസ്റ്റ് ആയിരിക്കും. എന്നെ കോൺടാക്റ്റ് ചെയ്യുക. എൻ്റെ ഡീറ്റെയിൽസൊക്കെ സ്ക്രീനിലുണ്ട്, ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. ഞാൻ തിരിച്ചു വരും വേറൊരു റീഡിങ് കൊണ്ടുവന്ന്. അതുവരെ ടേക്ക് കെയർ, ഓൾ ദ ബെസ്റ്റ്.